എല്ലാവർക്കും തിരിച്ച് കണിമംഗലത്തേക്ക് കയറാം. ആ കൂട്ടത്തിൽ ഈ 2 പേരും ഉണ്ടാകാൻ പാടില്ല, വരുണും രാധികയും. തെരുവില് തെണ്ടി നടന്ന 2 പേരെയും നിന്റെ അച്ഛൻ ദേവനാരായണൻ തിരുമേനി ആറ്റുവാശ്ശേരിയിലേക്ക് കൊണ്ടുപോയി. ആ, ഞാൻ കരുതിയത് നീ മുത്തശ്ശി അവിടെ ഉണ്ടെന്നാ. ഞാനും മുത്തശ്ശി ഒരു യാത്രയില്ല, അതാ ഒന്നും അറിയാതെ പോയത്. അവര് 2 പേരെയും വാശി പിടിച്ച് ഇവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോ എനിക്കും ചെറിയമ്മയ്ക്കും സത്യത്തില് സന്തോഷമായിരുന്നു. അവരെ നിങ്ങള് ഒരിക്കലും ആറ്റുവാശ്ശേരിയിൽ താമസിപ്പിക്കില്ലെന്ന് കരുതി. ഇതിപ്പോ അവൾക്ക് കണിമംഗലത്ത് നിൽക്കാൻ വേണ്ടി നീ കണിമംഗലത്ത് നിന്ന് പുറത്തായി. അവൾ ആറ്റുവാശ്ശേരി ചെന്നപ്പോ അവിടെ നിന്ന് നീ പുറത്താണല്ലോ. ഏട്ടത്തി ഫോൺ വെച്ചോ, എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. അല്ല, എനിക്ക് നിർബന്ധമൊന്നുമില്ല. എനിക്കും ചെറിയമ്മയ്ക്കൊന്നും ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. സത്യത്തില് ഞങ്ങളും ചെറിയച്ഛനാ ഇപ്പൊ കണിമംഗലം ഭരിച്ചോണ്ടിരിക്കുന്നത്. നിന്റെ കാര്യോട്ടോ കഷ്ടം. കണിമംഗലവും ഇല്ല, ആറ്റുവാശ്ശേരിയില്ല. കയ്യില് കുറെ കാശുണ്ട്. ആ, അതുകൊണ്ടിങ്ങനെ നടന്നു. ഇത്രയൊക്കെ നടന്നു കഴിഞ്ഞല്ലേ നമ്മൾ ആറ്റുവാശ്ശേരിന്ന് മാറി നിന്നത് അവർക്കങ്ങ് അനുഗ്രഹമായി. ആ അനുഗ്രഹം നമുക്കങ്ങ് മായ്ക്കണം. കണിമംഗലത്ത് നിന്ന് അവരെ ഇറക്കി വിട്ടത് തെരുവിലേക്കാണെങ്കിൽ അവര് തെരുവിൽ തന്നെ കഴിയണം. എന്തായിരുന്നു ഒരു പണക്കാരി തള്ള വന്നപ്പോ അവളുടെ ഒരു ഹുങ്ക്. തള്ള ചത്തപ്പോ അതങ്ങ് തീർന്നല്ലോ. എടി, നമുക്കൊന്ന് ആറ്റുവാശ്ശേരിയിലേക്ക് പോയാലോ? മുത്തശ്ശി എഴുന്നേക്ക്. പ്രിയങ്കയുടെയും സുകുമാരിയുടെയും പവർ എന്താണെന്ന് വരുണൊന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ അവരെ ആറ്റുവാശ്ശേരിയിൽ കഴിയണ്ട. ആ, അവിടെ ചെന്നാ നമുക്ക് വലിയ പണിയൊന്നും കാണില്ല. പിടിച്ചിറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ വലിയ അഭിമാനിയല്ലേ. നേർക്ക് നേരെ നിന്നൊരു 4 വർത്തമാനം പറഞ്ഞ അഭിമാനവും കയ്യിൽ പിടിച്ച് അവൻ അങ്ങ് ഇറങ്ങിപ്പോക്കോളും. എന്തായാലും 2-3 ദിവസം ആറ്റുവാശ്ശേരിയിൽ വന്ന് നിന്നത് നന്നായി മുത്തശ്ശി. കണിമംഗലത്ത് നിന്ന് അവരെ ഇറക്കി വിടുന്ന കാഴ്ച എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ആറ്റുവാശ്ശേരിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ച എനിക്ക് കാണാലോ. മുത്തശ്ശി വാ. വാ.